ഇന്ന് നമുക്ക് ഒരു സാൽമൺ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. നമ്മുടെ നാട്ടിൽ അധികം ലഭ്യമല്ലാത്ത ഒരു ഇനം ഫിഷാണിത്. മുള്ള് തീരെയില്ലാത്ത ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിനാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഞാനിപ്പോൾ അമേരിക്കയിൽ എൻ്റെ മോളുടെ വീട്ടിലാണ് ഉള്ളത്. അമേരിക്കയിൽ കാലിഫോർണിയ സ്റ്റേറ്റിൽ സാന്റിയാഗോ എന്ന സിറ്റിയിലാണ് എൻ്റെ മോളുടെ വീടുള്ളത്. വിൻ്റർ സമയമാണെങ്കിലും ക്ലൈമറ്റ് വളരെ പ്ലസൻ്റ് ആണ് ഇവിടെ. അമേരിക്കയിൽ ധാരാളം ലഭിക്കുന്ന ഒരു മത്സ്യമാണ് സാൽമൺ ഫിഷ്. ഞാനിവിടെ 1/2 കിലോ അറ്റ്ലാന്റിക് സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. സാൽമൺ ഫിഷ് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ ഡി എന്നിവയാൽ സമ്പന്നമാണ്. ഇത് കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാനും ഹാർട്ടിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. മുള്ള് തീരെ കുറവായ ഈ മീൻ മുറിച്ചെടുക്കുന്നതിനും വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ട അരപ്പ് ഇനി തയ്യാറാക്കാം. ഇതിനായി ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 5-6 കറിവേപ്പില, 1 സ്പൂൺ ഉപ്പ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു ഇടിക്കല്ലിലിട്ട് ചതച്ചെടുക്കണം. ഇങ്ങനെ ഫ്രഷായി ചതച്ചെടുക്കുമ്പോൾ ഫിഷ് ഫ്രൈയുടെ രുചി കൂടുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ചതച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിനു പകരമായി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഈ അരപ്പ് മുറിച്ചെടുത്ത മീൻ കഷ്ണങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഇനി ഒരു പരന്ന തവയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിനു ശേഷം ഓരോ കഷ്ണങ്ങളാക്കി പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് എല്ലാ കഷ്ണങ്ങളും മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളും ഒരുപോലെ മൊരിഞ്ഞു കിട്ടും. നമ്മുടെ സ്വാദിഷ്ടമായ സാൽമൺ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. സാൽമൺ ഫിഷിന് പകരമായി നെയ്മീനോ അതുപോലുള്ള മറ്റു മത്സ്യങ്ങളോ ഈ രീതിയിൽ വറുത്തെടുക്കാവുന്നതാണ്.